സൂര്യകാന്തി സൂര്യകാന്തി സ്വപ്നം കാണുവാനായി പ്രേമാൽ എന്തൊക്കെയോ ഉണ്ട് ഇവിടെ. പൊൻപൂവിൻ കാലം എന്നെഞ്ചിൻ നീണം തേടുന്നിതാരേ കാലം പൊൻപൂവിൻ കാലം എന്നെഞ്ചിൻ നീണം തേടുന്നിതാരേ ഏലേലം പാടാനായി വരവായേ മായാതെ ഓരോ ജന്മങ്ങൾ ബന്ധങ്ങൾ നിറവാലേ എൻ കണ്ണിൽ പാറുന്നോരലയാലേ തെളിയുന്നേരോ നാളങ്ങൾ താളങ്ങൾ നിറയാ. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ വീഡിയോയിൽ കണ്ട പോലെ നമ്മളിന്ന് കണ്ടനാടുള്ള സൺഫ്ലവർ ഫീൽഡിൽ പോവാണ്. ഞങ്ങൾ രാവിലെ 5:30 വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ 6 മണി ഒരു സൺറൈസ് ടൈമൊക്കെ ആകുമ്പോൾ എത്താൻ ഭാഗത്തിന് പ്ലാൻ ചെയ്തിട്ടാണ് ഇറങ്ങിയേക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ തൃപ്പൂണിത്തുറ എത്തി ആൻഡ് നമ്മൾ ഓൾമോസ്റ്റ് വി ആർ ദെയർ. ഇവിടെ എത്തിയപ്പോൾ ഞങ്ങൾക്കൊന്ന് ചെറുതായിട്ട് വഴി തെറ്റിപ്പോയി, പിന്നെ ഞങ്ങളൊന്ന് തിരിച്ച് വന്നു. അപ്പോൾ ഈ റൂട്ടൊക്കെ ഗൂഗിൾ മാപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ കണ്ടനാട് സൺഫ്ലവർ ഫീൽഡിൽ നിന്ന് അടിച്ചു കൊടുത്താൽ തന്നെ കിട്ടും. അപ്പോൾ നമ്മളിതേ സ്ഥലം എത്തി ഓൾമോസ്റ്റ്. ഇവിടെ തന്നെ പാർക്കിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ ആരും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളിതേ സുഖമായിട്ട് പാർക്ക് ചെയ്ത് നമ്മളിതേ ഫീൽഡിലേക്ക് ഇറങ്ങി. അപ്പോൾ എൻട്രി ഫീ ഉണ്ട് കേട്ടോ, ₹20 ആണ് പെർ പേഴ്സൺ. അപ്പോൾ ഞങ്ങൾ 5 പേരുണ്ട്, ഞാൻ, അമ്മ, അച്ഛൻ, അമ്മൂമ്മ, അമ്മാവൻ. നമ്മൾ നേരെ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഫസ്റ്റ് കാണുന്നത് അവരുടെ ചീരകൃഷിയാണ്. അതിൽ തന്നെ നമ്മൾ വീണു പോകും, കാരണം അടിപൊളിയായിട്ട് നിൽക്കുന്ന ഒരു ചെറിയ സ്പേസാണ് എങ്കിൽ പോലും അവിടെ നല്ല വൃത്തിയായിട്ട് നട്ടിട്ടുണ്ട്. പിന്നെ നേരെ മുമ്പോട്ട് പോകുമ്പോൾ ബന്ദിപ്പാടമുണ്ട്. ബന്ദി അത് നല്ല സൈസാണ് ബന്ദി കേട്ടോ. നമ്മൾ ഓണത്തിനൊക്കെ പൂടാനൊക്കെ യൂസ് ചെയ്യണ ബന്ദിപ്പൂവ്. പിന്നെ നമ്മുടെ സൺഫ്ലവർ പാടം. സൂര്യകാന്തി പാടത്തെത്തി. പക്ഷെ സമയം 6 മണി ആയതേ ഉള്ളൂ. സൂര്യകാന്തി എല്ലാം വിടർന്നു വരുന്നേ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ ഓൾമോസ്റ്റ് സൺഫ്ലവർ ഇതിൻ്റെ സീസൺ കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ ആ ടൈമിൽ. പക്ഷേ ഇപ്പോൾ ഈ സീസൺ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ആൻഡ് അതുമാത്രമല്ല, സൺഫ്ലവറിൻ്റെ ഒക്കെ സൈസ് കണ്ടോ, വലിയ ഫ്ലവർ ഇപ്രാവശ്യം. സൺറൈസ് ആ സൈഡിൽ നിന്നാണ്. അപ്പോൾ ഫ്ലവേഴ്സ് എല്ലാം വെയിറ്റ് ചെയ്യാണ് സൺ വരാൻ വേണ്ടി, സോ ദാറ്റ് ദേ ക്യാൻ ബ്ലൂം. പക്ഷെ ഇന്നിപ്പോൾ അത്യാവശ്യം മഴക്കാറുള്ള ദിവസമാണ്. ഞങ്ങൾ വരുന്ന വഴിക്കും മഴ കണ്ടു. അപ്പം എങ്ങനെയാവുമെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പം സമയം 6:15 ആയി. അപ്പോൾ പതുക്കെ അവിടെ ഇവിടെ ആയിട്ട് ഓരോരോ സൺഫ്ലവേഴ്സ് വിരിഞ്ഞു തുടങ്ങി. അപ്പോൾ ഒരു നല്ലോണം വിരിഞ്ഞിരിക്കുന്ന ഒരു സൺഫ്ലവർ ആയിരുന്നു അത്. അപ്പോൾ അതിൻ്റെ കൂടെ ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഇത് കാണാൻ എന്ത് ഭംഗിയല്ലേ, ലൈക്ക് നേരിട്ട് കാണും. ഞാൻ ഈ വീഡിയോ എടുത്തപ്പോൾ എനിക്ക് ആ ഭംഗി ഫുള്ളി ക്യാപ്ചർ ചെയ്യാനറിയില്ല, പക്ഷെ നേരിട്ട് കാണുമ്പോൾ ഉള്ളൊരു ഭംഗി ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. പതിയെ ഓരോ സൺഫ്ലവേഴ്സായിട്ട് ബ്ലൂം ചെയ്യണ കാണാൻ നല്ല രസമാണ്. അപ്പോൾ ഇവിടെ ഒരു ചെറിയ ബെഞ്ച് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ പാടത്തിന് നേരെ മുമ്പിലായിട്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയിരുന്നിങ്ങനെ കുറേ നേരം ഇരുന്ന് നോക്കി സൺഫ്ലവേഴ്സ് ഓരോന്ന് വിരിയുന്ന കാണാൻ. സൺ കുറച്ചധികം ലേറ്റായിട്ടാണ് തോന്നുന്നു എന്ന് വരുള്ളൂ, ബിക്കോസ് നല്ല മഴക്കാറുണ്ട്. എന്നാലും ഓരോന്ന് വിരിയുന്നൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. എൻ്റെ തലയുടെ സൈസ് ഉണ്ട്, എൻ്റെ തലയെക്കാളും വലുതാണ്. ഒരു 6:45 ആയിട്ടുണ്ടാവും. ഇപ്പം പതുക്കെ ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും ഇത് പറഞ്ഞ പോലെ സൺഫ്ലവറൊക്കെ കണ്ട് അഡ്മയർ ചെയ്ത്
കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് എല്ലാവരുടെയും മുഖത്ത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അതൊക്കെ കാണുമ്പോൾ. ഞങ്ങൾ പോയ സമയം എന്ന് പറയുമ്പോൾ ഒരു സെറ്റ് ഓഫ് ഫ്ലവേഴ്സ് ഓൾറെഡി ബ്ലൂം ചെയ്ത് അതിൻ്റെ ഒരു ലാസ്റ്റ് പീരീഡ് എത്തി. ഇനി അടുത്ത സെറ്റ് ഓഫ് ബഡ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അതെനിക്ക് തോന്നുന്നു ഒരു 1 വീക്കിൽ അത് ബ്ലൂം ചെയ്യും. അപ്പോൾ നല്ല പീരീഡ് ആയിരിക്കും പോയി കാണാമെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിവേ ഞങ്ങളിവിടെ കുറേ നേരം ഇരുന്ന് ശരിക്കും അത് കണ്ട് എൻജോയ് ചെയ്ത് ഇനി മുമ്പോട്ട് പോവാണ്. ഇവിടെ സൺഫ്ലവർ ഫീൽഡ് മാത്രമല്ല, അതല്ലാതെ വെജിറ്റബിൾസ് ഒക്കെ ഉണ്ട്. ഇനി അത് പോയി കണ്ടാലോ. നേരെ നമ്മൾ പോയത് പടവലങ്ങയും ചൊരക്കയൊക്കെ കൃഷി ചെയ്തിരിക്കുന്ന ഒരു സ്പേസിലേക്കാണ്. അവിടെ നമ്മൾ തല കുനിച്ച് വേണം നടക്കാൻ. അത്രയധികം പടവലങ്ങയും ചൊരക്കയും പീച്ചിങ്ങയൊക്കെ തൂങ്ങി കിടക്കുമായിരുന്നു. അത് കാണാൻ തന്നെ അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ നേരെ സൈഡിലായിട്ട് നിറച്ച് യെല്ലോ ഫ്ലവേഴ്സ്. പിന്നല്ലേ മനസ്സിലായി അത് നിറച്ച് വെണ്ടയ്ക്കയാണ്. അതും ഈ പറഞ്ഞ പോലെ അടിപൊളിയാണ് കേട്ടോ, നല്ല ഫ്രഷ് സാധനം. അവിടെ പുറത്ത് തന്നെ സെയിലിനും വെച്ചിട്ടുണ്ട്. അപ്പോൾ വാങ്ങിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അവിടെ നിന്ന് വാങ്ങിക്കാം. ഇത് കൂടാതെ വേറെ വാട്ടർമെലൺ, ഷമാം, അങ്ങനത്തെ കുറേ ഫ്രൂട്ട്സ് വേറെ ഉണ്ട് കേട്ടോ. ഷമാം എൻ്റെ അച്ഛന് ഇഷ്ടാവില്ല എന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ എന്നാലും കൊടുത്തു നോക്കി, ഇഷ്ടപ്പെട്ടില്ല എന്ന് എക്സ്പ്രഷൻ കാണുമ്പോൾ മനസ്സിലാവും. ഇനി എൻ്റെ ഫേവറേറ്റ് സ്പേസ്, ഇവിടെ ഒരു ചെറിയ ഏരിയയിൽ അവർ ബന്ദിപ്പൂ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായി. ഇവൻ ഒരു ചെറിയ ഏരിയയിലാണെങ്കിൽ പോലും നിറച്ച് ഫ്ലവേഴ്സ് ആയിരുന്നു അവിടെ. അപ്പോൾ എൻ്റെ ഔട്ട്ഫിറ്റിൻ്റെ കൂടെയും അത് നന്നായിട്ട് പോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ കുറേ നേരം അവിടെ നടന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. കിട്ടിയ സാധനങ്ങൾ അത്ര സാറ്റിസ്ഫാക്ടറി അല്ലായിരുന്നു, ബട്ട് സ്റ്റിൽ എനിക്കത് ഭയങ്കര ഇഷ്ടമായി. പിന്നെ എനിക്ക് ഇഷ്ടമായ വേറൊരു സാധനം, ഈ ബന്ദിപ്പൂ തോട്ടത്തിനോട് തന്നെ അടുത്തൊരു ട്രാക്ടർ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ആ ചേട്ടൻ ഞാനത് നോക്കി നിൽക്കുന്നത് കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, മോള് വേണമെങ്കിൽ മുകളിൽ കയറി ഇരുന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തോളാം. അത് ഞാൻ പിന്നെ ഫുള്ളി മുതലാക്കി. ഞാൻ കുറേ നേരം അവിടെ കയറിയിരുന്നു. പക്ഷെ ഒരുപാട് ഫോട്ടോയും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, ബിക്കോസ് ഞങ്ങൾക്ക് വേറെ സ്ഥലങ്ങളിലും പോകാനുണ്ടായിരുന്നു. സന്തോഷമായ കുട്ടിക്ക്. അങ്ങനെ ഫൈനലി ഞങ്ങളിതേ ഇപ്പോൾ അവിടെ നിന്ന് ഇറങ്ങുവാണ്. ഞങ്ങൾ കുറച്ചധികം വെജിറ്റബിൾസ് വാങ്ങിയിട്ടുണ്ട്, കണ്ടാൽ മനസ്സിലാവുമല്ലോ. അതെല്ലാം വാങ്ങി വി ആർ ടെല്ലിങ് എ ബൈ ടു ദിസ് പ്ലേസ്. എന്തായാലും നിങ്ങൾ മറക്കാതെ വിസിറ്റ് ചെയ്യണം, ബിക്കോസ് നല്ല ഒരു ഫീൽ തന്നെയാണ് കേട്ടോ ഇവിടെ. ഈവൻ ഫ്രണ്ട്സ് ഓർ ഫാമിലി ഒക്കെ ആയിട്ട് വരാനൊക്കെ ആണെങ്കിലും നല്ല ഇതാണ്. എല്ലാവരും എൻജോയ് ചെയ്യും. വലിയ കയറ്റിറക്കങ്ങളൊന്നുമില്ല. അപ്പം എല്ലാവർക്കും തന്നെ പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇത് മെയ് അവസാനം വരെയൊക്കെ ഉണ്ടാവുള്ളൂ. പോകാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ പെട്ടെന്ന് വിട്ടോ. ഞങ്ങളുടെ സെക്കൻഡ് ഡെസ്റ്റിനേഷൻ എത്തി. ഞങ്ങളുടെ ആമേട ടെമ്പിളിലെത്തി. അപ്പോൾ പോയി തൊഴുതിട്ട് വരാം കേട്ടോ. അങ്ങനെ നല്ലോണം തൊഴുതു, പ്രസാദവും കഴിച്ചു. ഞങ്ങളിതേ പാർക്കിംഗ് ഏരിയയിൽ നിൽക്കുകയാണ്. എനിക്ക് ഇവിടുത്തെ പാർക്കിംഗ് ഏരിയ ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ അവിടെ എപ്പോൾ പോയാലും അവിടെ ഇങ്ങനെ കുറേ നേരം വായ പൊളിച്ചിരിക്കും, ബിക്കോസ് നല്ല ഒരു സെറീൻ അറ്റ്മോസ്ഫിയറാണ്. ശരിക്കും ഒരു ഭംഗി തന്നെയാണ് ഇവിടെ വന്നിങ്ങനെ നോക്കിയിരിക്കുക എന്നുള്ളത്. പിന്നെ വന്ന സ്ഥിതിക്ക് നമ്മൾ കുറച്ച് ഫോട്ടോ എടുക്കണം എന്നുള്ളത് ഇവിടെ ഒരു കമ്പൽസറിയാണ്. അതുകൊണ്ട് ആ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഞങ്ങൾ പോകാൻ നേരം നോക്കുമ്പോൾ ഒരു ചെറിയ പ്രാവിൻ്റെ കൂട്, വാവ്, നല്ല ഭംഗി. അതുകൊണ്ട് അതും വീഡിയോ എടുത്തു. പിന്നെ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എത്തി, വിച്ച് ഇസ് വെട്ടിക്കാവ്. ഞങ്ങളുടെ കുടുംബക്ഷേത്രമാണ്. അപ്പോൾ അവിടെയും പോയി തൊഴുതു. അങ്ങനെ ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന 3 ഡെസ്റ്റിനേഷൻസും നമ്മൾ കവർ ചെയ്തു. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, വീട്ടിൽ പോവുക. അപ്പോൾ I hope you enjoyed the video. I hope you enjoyed coming with us to all these places. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സായിട്ടൊക്കെ വിസിറ്റ് ചെയ്യൂ. ആൻഡ് ഡു ലെറ്റ് മീ നോ പ്ലേസസ് ലൈക്ക് ദീസ് where we can also visit more. അപ്പോൾ see you in my next vlog. Till then, bye bye.